ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ലോകം. അപ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ പേരൊക്കെ ചെറുതായിട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ ഇനിയും തൊട്ട് ഞങ്ങളുടെ ചാനലിന്റെ പേര് അവർ ലോകം എന്നായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഈ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഈ ചാനലിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് തോന്നണു പ്രോബബ്ലി ട്രാവൽ വ്ളോഗ്സ് അല്ലെങ്കിൽ കിച്ചൺ ഓർ വീട് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഡാൻസ്, ഷോർട്ട് വീഡിയോസ്, പിന്നെ ട്രാവൽ ചെയ്യുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ. ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ കടന്നു പോയിട്ടുള്ള ഓരോ സ്റ്റേജിനെ പറ്റിയും വീഡിയോസ് ചെയ്യണം എന്നാണ്. ലൈക്ക് PR-നെ പറ്റിയും അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയും ജോലി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചെറിയ വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10 യൂസ്ഫുൾ തിങ്സ് ഇൻ മൈ കിച്ചൺ. സോ ഇന്ന് നിങ്ങളെ ഞാൻ എൻ്റെ കിച്ചൺ കാണിക്കാൻ പോവാണ്. കം വിത്ത് മീ. നാട്ടിലെ പോലെ അല്ല, ഇത്രേ ഉള്ളൂ എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. ഇത് തന്നെ എനിക്ക് വളരെ ധാരാളമാണ്. പക്ഷെ എൻ്റെ അമ്മമാർക്ക് രണ്ടുപേർക്കും ഈ കിച്ചൺ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അമ്മമാർക്ക് മാത്രമല്ല, വീടിൻ്റെ ഇത് കണ്ടിട്ടുള്ള പലർക്കും ഏറ്റവും വീട്ടിൽ ഇഷ്ടപ്പെട്ടത് കിച്ചൺ തന്നെയാണ്. ഭയങ്കര ചെറുതാണ്, ലൈക്ക് ഒരു ഐലൻഡ് കൗണ്ടർ ഉണ്ട്, പിന്നെ അവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്, പിന്നെ നമ്മുടെ കുക്കിംഗ് ഏരിയ ഉണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ കിച്ചൺ. ആക്ച്വലി നമുക്ക് ഇത്രയും മതി കിച്ചൺ. പക്ഷെ നാട്ടിലൊക്കെ നമുക്ക് 2 സെപ്പറേറ്റ് മുറി, കഴുകാനൊരു സ്ഥലം, മറ്റേയൊരു സ്ഥലം. നിങ്ങൾക്ക് കുറച്ച് വീഡിയോയിൽ നിന്ന് മനസ്സിലായി കാണും. നമ്മുടെ ഈ ഒരു കുറച്ച് ഏരിയ ഉള്ളൂ. ലൈക്ക് ഇത് കിച്ചണിന്റെ തൊട്ട് അറ്റാച്ച്ഡ് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ. ലൈക്ക് ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, മേ ബി ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുമായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് പലരായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള, ലൈക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗസ്റ്റുകളോ ഒക്കെ ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനമായിരിക്കും ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ ഞാൻ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഐഡിയയിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, മോസ്റ്റ്ലി നിങ്ങൾ എല്ലാവരും മേ ബി ഇതൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. ആർക്കെങ്കിലും പുതിയതായിട്ട് ഇങ്ങനെ കിച്ചണിലേക്കും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നവർക്ക് മേ ബി ഒരു ഐഡിയ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഹൈ എക്സ്പെക്ടേഷൻ വെക്കണ്ട. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് തിങ്, ഓവർ ദ ടോപ്പ് മൈക്രോവേവ് ഒരു ഷെൽഫാണ്. വെയിറ്റ് ഭയങ്കര കുറവാണ്. എനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെന്റെ ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ എസ്പെഷ്യലി ഇങ്ങനത്തെ ചെറിയ കിച്ചൺ ഉള്ളവർക്ക് ഇത് ഒരു യൂസ്ഫുൾ സാധനമാണ്. ഇവിടെ ഇത് നിങ്ങൾക്ക് ഒരു മൈക്രോവേവ് വെക്കാം, അല്ലെങ്കിൽ കാരണം ഇത് മൈക്രോവേവിന്റെ സൈസ് ഫിറ്റ് ആവണ ഒരു ഷെൽഫാണ്. ഇത് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി Kmartലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുണ്ട്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടാൻ. പിന്നെ നാട്ടിൽ പ്രോബബ്ലി IKEA കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും അതും അവിടെയും അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആമസോണിലൊക്കെ എന്തായാലും കാണും. അല്ലേ, നാട്ടിലും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എന്തായാലും പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. സോ ഇതെനിക്ക് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ചുമ്മാ ടീ, കോഫി, ഷുഗർ, ഷോയ്ക്ക് മാത്രം. ഇതങ്ങനെ എടുക്കാറില്ല. പിന്നെ എൻ്റെ നമ്മുടെ ഗൂഗിൾ ഫോം, ടിഷ്യൂസ്, പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് എയർ ഫ്രയറും കെറ്റിലും ഒക്കെ ഇവിടെ വെച്ചേക്കുക. നേരത്തെ ഞാൻ ഇവിടെ മൈക്രോവേവ് ആയിരുന്നു വെച്ചത്. പിന്നെ കെറ്റില് ഇവിടെ അങ്ങനെ മെസ്സാന്ന് തോന്നിയോണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇതാക്കിയേക്കും. അപ്പോൾ ഒരു നൈസ്ലി കെപ്റ്റ് എന്നൊരു ഫീൽ തോന്നും. അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതും എല്ലാത്തിനും ഉള്ള ഡിസ്ക്ലെയിമർ ഒരുമിച്ച് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് മേ ബി അറിയാമായിരിക്കും, ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഏതെങ്കിലും തിങ് യൂസ്ഫുൾ ആവുന്ന ആയിക്കോട്ടെ. സോ ഇത് എൻ്റെ ഡ്രോയിങ് മാറ്റാണ്. നേരത്തെ ഞാൻ ഡ്രോയിങ് ഷെൽഫ് പോലെ, ലൈക്ക് റാക്ക് പോലത്തെ ആയിരുന്നു. അത് പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എനിക്കെന്തോ എസ്തെറ്റിക്കുമായിട്ട് അങ്ങോട്ട് പ്ലീസിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രോയിങ് മാറ്റിലേക്ക് മാറിയത്. ഇതാവുമ്പോൾ നമുക്ക് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ എടുത്തു വെക്കും. മറ്റേ റാക്ക് ആണെങ്കിൽ നല്ല അങ്ങനെ തന്നെ ഇരിക്കും, ആരും എടുത്തു വെക്കില്ല. ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് എടുത്തു വെക്കും. മാത്രമല്ല ഇതൊരു എന്താ പറയുക, ഈസിലി അബ്സോർബിങ് ആയിട്ടുള്ളൊരു മാറ്റാണ്. സോ നമുക്ക് അങ്ങനെ വെള്ളം പറ്റിയിരിക്കും അങ്ങനെയൊന്നും ഇല്ല, അതിന് മാത്രം വെള്ളം വീഴുന്നുമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വൺ തിങ്, ഡ്രൈയിങ് മാറ്റ്. അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ സാധനം, നമ്മൾ പിന്നെ കൂടുതലും ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് ഡിഷ് വാഷറാണ് യൂസ് ചെയ്യണേ. അപ്പം നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും പ്ലാസ്റ്റിക് റിലേറ്റഡ് എന്തെങ്കിലും സാധനമോ ഡിഷ് വാഷർ വെക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലും അവിടെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനും ക്യൂട്ടായിട്ട് ഇരിക്കാനും വേണ്ടി ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനും ഇഷ്ടവുമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ആ ഡ്രൈയിങ് കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു സ്റ്റീലിന്റെ, എന്ന് വെച്ചാൽ സിങ്കിന്റെ മേളിലേക്ക് വെക്കാം. അപ്പൊ ഈ വലിയ പാത്രങ്ങൾ വല്ലതും ഡിഷ് വാഷർ യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ വല്ലതും ആണെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട്
വെക്കും. അപ്പൊ ഇവിടെ വെച്ചാൽ വെള്ളം തോർന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വെക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ലൈക്ക് വെള്ളം കൂടുതൽ വരുന്നുണ്ടെങ്കിലും വെക്കണമെങ്കിൽ ഇവിടെ വെക്കും. അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ഡ്രൈയിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണം. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള 2 സാധനങ്ങൾ. റാക്കും യൂസ് ചെയ്യാം കേട്ടോ, റാക്ക് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് ഓൾറെഡി ചെറിയ സ്ഥലമായതുകൊണ്ട് എനിക്ക് ഇവിടെ ഒത്തിരി വെക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. തേർഡ് വൺ, എന്റെ നൈഫുകളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാഗ്നറ്റ് റിലേറ്റഡ് അങ്ങനത്തെ സാധനത്തിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ നൈഫ് ഹോൾഡറിൽ വെക്കാൻ തന്നെയാണ്. നൈഫ് എല്ലാം കൂടെ ഒരു സ്ഥലത്തിരിക്കും. അപ്പം ഏറ്റവും എന്താ പറയുക, വീട് ക്ലീൻ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ എല്ലാ സാധനത്തിനും അതിൻ്റെതായ ഒരു എന്താ പറയുക പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ വീട് എപ്പോഴും നീറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് ഇത്രയും നാളിൽ നിന്ന് മനസ്സിലായത്. ഞാൻ വീട് നോക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളൊന്നും ആയില്ല. ഈ വീടല്ല, ഞാനിപ്പോൾ ഏത് വീട്ടിലായിരുന്നാലും ഈവൻ ഇപ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വാടകയ്ക്കൊക്കെ നമ്മൾ വീടെടുത്ത് ഇത് ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ഒരു ഓർഗനൈസ് ചെയ്ത് വെക്കുവാണ് സാധനങ്ങളെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പം എൻ്റെ ഇപ്പം പല ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ റാൻഡം ആയിട്ടൊക്കെ വീട്ടിൽ സർപ്രൈസ് ആയിട്ട് വരുള്ളൂ. അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അവരിങ്ങനെ ചോദിക്കാറുണ്ട് ലൈക്ക് നീ ഇപ്പൊ ക്ലീൻ ചെയ്തതാണോ ഇതിങ്ങനെ. അപ്പൊ ഞാൻ പറയാം അല്ല, പക്ഷേ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് എന്തോ കാര്യമുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ചോദിക്കണം. പിന്നെ ഞാൻ തന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ സാധനങ്ങളും നീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുവാണെങ്കിൽ എപ്പോഴും അത് നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമുക്കറിയാം ഒരു സാധനം ഇപ്പൊ കഴുകി കഴിഞ്ഞു ഉണങ്ങി പിന്നെ നമ്മൾ എവിടെ വെക്കണ്ടേന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എപ്പോഴും അത് പക്കയായിട്ടിരിക്കും. സോ നൈഫിന് ഞാൻ കണ്ടെത്തിയത് ഇങ്ങനെ ഒരു ഹോൾഡറാണ്. ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് ഈ ടേണബിൾ ആണ്. ടേണബിളിൽ നമ്മളിങ്ങനെ സ്പൈസസ് ആണ് വെച്ചേക്കണത്. ഇതിന് ലേസി സൂസൻ എന്നും പറയും. നമ്മള് നമ്മുടെ സ്പൈസസിന്റെ പേരുകൾ ഈ ബോട്ടിലാണ് എഴുതിയേക്കണത്. കുറെ പേര് ഇതിന്റെ ക്യാപ്പിൽ അടപ്പിൽ എഴുതിയേക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാത്തത് ഒന്ന് നമ്മുടെ ഇങ്ങനെ കൈ എത്തുന്ന ഇങ്ങനെയാണ് വെച്ചേക്കണത് റാദർ ദാൻ ബോട്ടം ഡ്രോയേഴ്സിനെ കാട്ടിലും. അതുകൊണ്ടും പിന്നെ നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന സമയത്താണെങ്കിൽ ഏത് പൊടി ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ കൊറിയൻഡറും ഗരം പൗഡറും അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ മാറി പോകുന്നത് കൊണ്ട് ആ സമയത്ത് അങ്ങനെ ക്യാപ്പിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ അടപ്പിൽ ഒട്ടിച്ച് വെച്ചാൽ നല്ല കോമഡി ആയിരിക്കും. അതുകൊണ്ട് നമ്മുടേത് നമ്മൾ ഇങ്ങനെ ഒരു ശീലമായി. ഇപ്പോൾ സെക്കൻഡ് യൂസ് ഈ ടേണബിളിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഹൈറ്റ് ഉള്ള ടൈപ്പാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ സാധനങ്ങളും ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ ക്ലീനിങ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ. ക്ലീനിങ് ക്ലോത്ത്, ക്ലീനിങ്ങിന്റെ ലിക്വിഡ്സ്, അതിന്റെ സ്ക്രബ്ബേഴ്സ്, ബ്രഷ്, അങ്ങനത്തെ സാധനങ്ങൾ. ഇതുപോലെ തന്നെ ഞാൻ ടോയ്ലറ്റിലും വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിൽ എൻ്റെ എസെൻഷ്യൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാൻട്രിയിലും ഉണ്ട്. ഞാൻ വേറെ ദിവസം പാൻട്രി ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ 5ാമത്തെ സാധനമാണ് കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഡ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യണ സാധനം. പക്ഷെ ഇത് ഞാൻ എക്സ്പാൻഡബിൾ സാധനം മേടിച്ചിട്ട് അത് കുറെ പേർക്ക് യൂസ് ചെയ്യാറുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്റെ പാനുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ലിഡുകൾ നമ്മൾ ഒരുമിച്ചാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ചെറിയ എക്സ്പാൻഡബിൾ ഒന്നും അല്ല, ഇത് സാധാ ബാംബു ലിഡ് ഹോൾഡർ തന്നെയാണ്. അപ്പൊ ലിഡുകളൊക്കെ നമ്മൾ ആ ചെറിയത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ 5th ഐറ്റം. നമുക്ക് 6th പോകും. 6th സാധനം എന്ന് പറയുന്നത് കോമൺ ആണ്. സോ ഇങ്ങനത്തെ ഈ സിലിക്കോൺ മാറ്റ്സ് ആണ്. ഇത് നമുക്ക് ചൂടുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഇതിങ്ങനെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ മറ്റേ സാധനവും എൻ്റെ ഉണ്ട്. ഇതും വലിയ എന്തെങ്കിലും പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എടുക്കാം. അങ്ങനെ വിചാരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു സാധനം പറയുവാണെങ്കിൽ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തവികൾ എപ്പോഴും നമ്മളിങ്ങനെ ഇപ്പം എന്നാ ചെയ്യും, വേറെ പാത്രങ്ങൾ അന്നേരം തന്നെ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഞാനിങ്ങനെ ഇതെടുത്ത് വെക്കാറുണ്ട്. ഇതെടുത്തിട്ട് സ്പൂൺ റെസ്റ്റ് എന്ന് തന്നെയാണ് ഇതിന് പറയണേ. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യണത്. കുറച്ച് ലുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിവിടെ തന്നെ അങ്ങ് വരുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ 6ഉം 7ഉം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ മുമ്പ് കാണിച്ചു കൊടുത്ത ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. സോ അനദർ യൂസ്ഫുൾ തിങ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രോയർ മാറ്റുകൾ. അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ബിക്കോസ് ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പാനുകളോ അങ്ങനത്തെ എന്ത് സാധനങ്ങൾ വെച്ചാലും ഡ്രോയേഴ്സ് എപ്പോഴും സ്ക്രാച്ച് ആവുകയും അവിടെ എപ്പോഴും ഡേർട്ടി ആയിട്ടിരിക്കണം തോന്നാറുണ്ട്. അതിന് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ എന്തെങ്കിലും പ്ലേസ്മെന്റ് മാറ്റുകൾ വെച്ചിട്ട് വെക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ പല വീടുകളിലും കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് പിന്നെ ഞാൻ പോയി മേടിച്ചതാണ്. പക്ഷെ അത് കോമൺലി ഇവിടെ അവൈലബിൾ ആണ്, നാട്ടിലും ആയിരിക്കും. ഡ്രോയർ മാറ്റ് ഞാൻ വെറുതെ ആഡ് ചെയ്തതേ ഉള്ളൂ.
സോ അതാണ് നമ്മുടെ 8th ഐറ്റം. 9th ഐറ്റം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഈസി സാധനം തന്നെയാണ്. സോൾട്ടും പെപ്പറും വെക്കാൻ വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി. ഇത് എല്ലാ വീട്ടിലുള്ളതാണ്, പക്ഷെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കുവാണ്. ക്രിസ്മസ് പോയാലും ഈ വീട്ടിൽ നിന്ന് ക്രിസ്മസ് പോകാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഇത് മാറ്റാനും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ 10th ഐറ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. 10th ഐറ്റം എന്ന് പറയുന്നത് ഈ മൈക്രോവേവ് ഫുഡ് കവർ. സോ ഇതും ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇതിനൊരു സാധനം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. മീൻസ് വേറെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇത് കൊള്ളാലോ ഐഡിയ. ബിക്കോസ് നമ്മുടെ ഫുഡ് ഇപ്പൊ മൈക്രോവേവ് നാട്ടിലും എല്ലായിടത്തും ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മള് ഫുഡ് അതിൽ ഇങ്ങനെ കറികളും കാര്യങ്ങളും ഒക്കെ ചൂടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അങ്ങനെയുള്ള ഇന്ത്യൻ കുക്കിംഗ് കറികളൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, അത് നല്ലൊരു കോലത്തിലെത്തും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കവർ യൂസ് ചെയ്തിട്ട് ഫുഡ് അതിൽ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത് വളരെ ചീപ്പായിട്ട് ഇവിടെ കിട്ടാറുണ്ട് നാട്ടിലും. അപ്പം ആമസോണോ അങ്ങനെ എവിടെയെങ്കിലും ഐക്യയിലൊക്കെ എന്തായാലും കാണും. അപ്പം അങ്ങനെയുള്ളിടത്ത് ഇത് പർച്ചേസ് ചെയ്യാം. ഇതാണ് 10th എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. മെയിൻലി എന്നോട് ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളതിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള സാധനം ഇതാണ്. ഇത് നമ്മുടെ സാധാ സ്ട്രെയിനർ തന്നെയാണ്, പക്ഷെ എന്നോട് കുറെ പേര് ഇവിടെ വന്നിട്ടുള്ളപ്പം ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ആന്റിമാരായിക്കോട്ടെ, നാട്ടിൽ നിന്നുള്ളവർ കേട്ടോ, സ്പെഷ്യലി വന്നവരൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ല, ലൈക്ക് ഇത് നമുക്ക് നേരെ സിങ്കിന്ന് തന്നെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനത്തെ സ്ട്രെയിനേഴ്സ് ഒക്കെ സിങ്കി വെക്കുന്നുണ്ടെങ്കിൽ സിങ്ക് എപ്പോഴും നല്ല വൃത്തിക്ക് വെക്കണമേ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ചെറിയ ഹോസ്പിറ്റൽ ഉള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇങ്ങനെ നമുക്ക് ഇവിടെ സ്ട്രെയിൻ ചെയ്യാം. അപ്പൊ വെള്ളം ഡയറക്റ്റ്, എസ്പെഷ്യലി ചോറിനൊക്കെയാണ് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഡയറക്റ്റ് ഇങ്ങോട്ട് ഇടുക, അപ്പം വെള്ളം അന്നേരം തന്നെ പോകും. പിന്നെ ഇപ്പൊ പാസ്ത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ചോറായിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും റൈസ് അങ്ങനത്തെ റിലേറ്റഡ് സാധനങ്ങൾ നമ്മളിപ്പോ ബോയിൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് സിങ്കിലേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ സെയിം ടൈം നമ്മൾ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ തുറന്നു വെക്കും. ആക്ച്വലി ചൂട് വെള്ളം പോയാൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ എന്തായാലും നിങ്ങളുടെ റിസ്കിൽ തന്നെ ചെയ്തോളൂ. ബട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഞാൻ പറയാൻ വന്നതാ. അപ്പൊ ഇതെന്നോട് കുറെ പേര് ഇവിടെ ഉള്ളവരും ചോദിച്ചിട്ടുണ്ട് ഇതെന്നാണ്. ഞാനിത് ആക്ച്വലി മേടിച്ചത് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. ഇങ്ങനെ മോക്കും അങ്ങനത്തെ യൂട്ടൻസിൽസ് ഒക്കെ വിൽക്കണ ഒരു കടയായിരുന്നു. അന്നേരം അവിടെ നിന്ന് എനിക്ക് ഇത് കിട്ടിയത്. പക്ഷെ ഈയിടെ വേറെ ഒന്നും ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റീസെന്റ് ഞാൻ ഐക്യയിൽ പോയപ്പോൾ ഈ സാധനം ഐക്യയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ ഐക്യയിലുണ്ട്, നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാൻ. അതാണ് ലാസ്റ്റ് വരെ വീഡിയോ കണ്ടവർക്കുള്ളത് ഏറ്റവും ഗുഡ് ടിപ്പ്, ഇഫ് യു ഹാവന്റ് യൂസ്ഡ് ഇറ്റ്. അപ്പൊ ഇത്രയും നേരം എനിക്ക് ക്യാമറ പിടിച്ച് ഹെൽപ്പ് ചെയ്തത് ബേസിൽ മാത്യു ആണ്. അപ്പൊ താങ്ക് യു ബേസിൽ മാത്യു. അപ്പം ഇനി നമുക്ക് കൂടുതൽ വീഡിയോകളുമായിട്ട് കാണാം. ഇതിന്റെ പുറകിൽ ജസ്റ്റ് നിൽപ്പുണ്ട്, എന്റെ നോട്ടൊക്കെ ഇടയ്ക്ക് പുറകിൽ നിന്ന് വായിച്ചു തരുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ കാണിക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പുറകെ കാണാൻ പറ്റും. ബൈ.